ഇരുമുന്നണി നേതാക്കൾക്കുമെതിരെ ഭീഷണിയുമായി PV അൻവർ, ആര്യാടൻ ഷൌക്കത്ത്, മുഹമ്മദ് റിയാസ്, VD സതീശൻ എന്നിവർ. തനിക്കെതിരെ വ്യക്തിഹത്യ തുടർന്നാൽ തെളിവുകൾ പുറത്തുവിടുമെന്ന ഭീഷണി. നവകേരള സദസ്സിന്റെ പേരിൽ റിയാസ് കരാറുകാരെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തത് കോടികളെന്ന് അൻവർ. PV അൻവറുമായി എല്ലാ ചർച്ചയും അവസാനിപ്പിച്ച UDF. അടഞ്ഞ അധ്യായമെന്ന് മുന്നണി കൺവീനർ അടൂർ പ്രകാശ്. അൻവർ തൃണമൂലിന്റെ പിന്തുണയോടെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന ബാനറിൽ മത്സരിക്കും. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക നൽകി. ജൂൺ 13 മുതൽ 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിക്കാൻ മുഖ്യമന്ത്രി. ആര്യാടൻ ഷൌക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കുന്നു. 35 കേസുകളും അവസാനിപ്പിക്കുന്നത് മൊഴി നൽകിയവർക്ക് തുടർ നടപടികൾ താൽപര്യമില്ലാത്തതുകൊണ്ടെന്ന് അന്വേഷണ സംഘം. 21 കേസുകൾ അവസാനിപ്പിച്ചു കോടതിയിൽ റിപ്പോർട്ട് നൽകി. ദേശീയപാത തകർച്ചാ വിഷയത്തിൽ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണും. ബുധനാഴ്ച ഉച്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായും കൂടിക്കാഴ്ച നടത്തും. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണവുമായി ഹൈക്കോടതി. സർട്ടിഫിക്കറ്റിൽ അച്ഛൻ, അമ്മ എന്നിവരുടെ പേരുകൾക്ക് പകരം മാതാപിതാക്കളെന്ന് ചേർക്കണം. നിർണായക ഉത്തരവ് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കൾ നൽകിയ ഹർജി. സംസ്ഥാനത്ത് വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവ ഉദ്ഘാടനം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സർക്കാരിന്റെ ലക്ഷ്യം ഉന്നത അക്കാദമിക് നിലവാരമെന്ന് മുഖ്യമന്ത്രി. ഇന്ന് സ്കൂളിലെത്തിയത് 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയതിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം. ഡിവിഷൻ നിർത്തലാക്കിയത് മുന്നറിയിപ്പില്ലാതെയെന്ന പരാതി. പ്രധാന അധ്യാപികയെ രക്ഷിതാക്കൾ ഉപരോധിച്ചു. വിദ്യാർത്ഥികൾ കുറവുള്ളതിനാൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് അധ്യാപകർ. ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. പ്രതി ജ്ഞാനശേഖരൻ തടവ് ശിക്ഷയ്ക്കൊപ്പം 90,000 രൂപ പിഴയും ഒടുക്കണം. ശിക്ഷ വിധിച്ചത് ചെന്നൈയിലെ മഹിളാ കോടതി. 30 വർഷം കഴിയാതെ പ്രതിയെ പുറത്തുവിടരുത്. ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും കോടതി. ജ്ഞാനശേഖരൻ കേസിലെ ഒരേ ഒരു പ്രതി.